ഹേയ് ഗായ്സ്, അപ്പം നിങ്ങളോട് ഞാനൊന്ന് സംസാരിക്കാൻ വന്നേക്കുവാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാവുന്ന ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഗേൾസിനും യൂസ്ഫുൾ ആവും, ഓഫ് കോഴ്സ് ബോയ്സിനും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെ എനിക്കൊരു ഐഡിയ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഹൗ ഐ ബിക്കേം എ വീഡിയോ എഡിറ്റർ. ഞാൻ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റർ ആയി. എന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാനൊരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററാണ്. ഞാൻ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 4.5 വർഷം ആവാറായി. കണക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്രയൊക്കെ ആവും. സോ ഞാൻ ഇവിടം വരെ എങ്ങനെയാണ് എത്തിയത്, ഞാൻ എന്ത് കോഴ്സാണ് പഠിച്ചത്, ഇവിടം വരെ എത്തിയതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവും. കാരണം അധികം ഗേൾസ് ആരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും. പക്ഷെ മറ്റുള്ള ജോബ്സ് നോക്കുന്ന പോലെ ആരും ഈ ഒരു ജോബ് നോക്കാറില്ല. ഞാൻ ഇതുവരെ ഒരു എഡിറ്ററായിട്ട് ചെന്ന ഒരിടത്തും ഗേൾസ് ഭയങ്കര കുറവാണ്. മേ ബി ഈ ഒരു മേഖലയെ പറ്റി അധികം അറിയാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്കും കൂടെ നല്ലപോലെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തേഞ്ഞിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ പഠിപ്പിച്ച ഒരു മിസ് വന്നിട്ട് സത്യാവസ്ഥ അങ്ങ് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുറേ കോഴ്സുകളൊക്കെ പോയാലേ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എങ്കിലും ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ടീച്ചർ ആവണം എന്നായിരുന്നു എൻ്റെ. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ റിഗ്രറ്റ് അടിച്ച് ഞാനിനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറണം എന്നായിരുന്നു ആഗ്രഹം. എനിക്ക് കൊച്ചിലെ തൊട്ടേ എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. ഞാൻ ചൂസ് ചെയ്തത് പോളിടെക്നിക് ആയിരുന്നു. പോളിടെക്നിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കളമശ്ശേരിയിൽ കോളേജിൽ വരെ പോയി. അവസാനം കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒന്നും സെറ്റ് ആവാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ഡിപ്രഷൻ അടിച്ചു. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കണ്ടിന്യൂ ചെയ്ത് അടുത്ത കോഴ്സിലോട്ടൊക്കെ പോയി, ഞാനൊന്നും ചേർന്നിട്ടില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ കിളി പോയിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ലൈഫിൽ സ്പെഷ്യലായിട്ടുള്ള ഒരാൾ എനിക്കൊരു കോഴ്സ് സജസ്റ്റ് ചെയ്തു. അതാണ് BA മൾട്ടിമീഡിയ. ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു കോഴ്സ് കേൾക്കുന്നത്. പക്ഷേ ഞാനൊന്ന് ഗൂഗിൾ തപ്പി, നല്ലപോലെ തപ്പി. ഗൂഗിൾ തപ്പിയപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. കാരണം ഞാൻ അത്യാവശ്യം വരയ്ക്കും, എനിക്കിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് താല്പര്യങ്ങളുണ്ടായിരുന്നു. സിലബസിൽ ഡ്രോയിങ് കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ വീട്ടിൽ ചോദിച്ചു, ജോലി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വെബ് ഡിസൈനിങ് അങ്ങനെ കുറേ പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ആ ഒരു പോയിന്റൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർത്തിട്ട് അതങ്ങോട്ട് തട്ടി. ഇങ്ങനെ ജോലി കിട്ടുക, അങ്ങനെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ അഡ്മിഷൻ കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് 3 കോളേജസേ ഉള്ളൂ. മറ്റുള്ള കോളേജസിൻ്റെ പേര് പറഞ്ഞാലും ഞാൻ പഠിച്ച കോളേജിൻ്റെ പേരൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കോളേജ് സെൽഫ് ഫിനാൻസിങ് ആയിരുന്നു അന്ന്. ബാക്കി 2 കോളേജേ ഉള്ളൂ. 2ലും ഞാൻ വെക്കുന്നു. എനിക്ക് അത്യാവശ്യം +2 മാർക്ക് ഉണ്ടായിരുന്നു. എനിക്കൊരു 84% സംതിങ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ തന്നെ കിട്ടുന്നു. കോളേജ് ഇടുക്കിയിലായിരുന്നു വരുന്നത്. വീട്ടിന് പുറത്തിറങ്ങാത്ത ഞാൻ അങ്ങനെ നേരെ ഇടുക്കിയിലോട്ട്. ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു ജില്ല, അടിപൊളി സ്ഥലം. അങ്ങനെ കോളേജിൽ ചെന്ന് ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിമീഡിയയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അവിടെ ഒരു 6 സെമസ്റ്ററിലായിട്ട് പല 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 മൾട്ടി, അതിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളായിട്ട് പഠിപ്പിക്കും. അത്രേ ഉള്ളൂ മൾട്ടിമീഡിയ. പിന്നെ നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് ഏതാണോ അതിനനുസരിച്ച് MA മൾട്ടിമീഡിയയോ അതിനനുസരിച്ചുള്ള കോഴ്സ് നമുക്ക് നമ്മളുടെ PG ആയിട്ട് ചെയ്യാം. നോർമലി അതിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കോഴ്സ് വരുന്നത് നമ്മുടെ തേർഡ് ഇയർ ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീഡിയ എന്ന് പറയുന്ന ആ ഒരു സാധനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുന്നേ സിനിമ, 3D ഡ്രോയിങ്, സിനിമ, അങ്ങനെ കുറേ മേഖലകളിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുക, പ്രാക്ടിക്കൽ വൈസും തിയറിറ്റിക്കൽ വൈസും ഒക്കെ. പിന്നെ കോളേജിൻ്റെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്, ഒട്ടും താല്പര്യമില്ല. സെമസ്റ്ററിൽ ഓരോ സബ്ജക്റ്റ് വരുമല്ലോ, എനിക്ക് സെറ്റായി തുടങ്ങി. എനിക്കിഷ്ടപ്പെട്ട ഡ്രോയിങ്, 3D ഡ്രോയിങ്, പിന്നെ സിനിമയുടെ റിവ്യൂ, പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്, പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. ഇതൊന്നും പ്രാക്ടിക്കൽ സെക്ഷൻസ് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. വളരെ ലിമിറ്റഡ് സോഴ്സുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല അതിനെപ്പറ്റി. എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തു. ഗൂഗിളൊക്കെ ഉണ്ടല്ലോ, പോർഷൻസൊക്കെ കവറായി.
ഒരു സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വന്ന് കൊറോണ. അതോടുകൂടി എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായി. ഒരു മീഡിയ സ്റ്റുഡൻറ്റിന് എങ്ങനെ ഒരു ഓൺലൈനായിട്ട് ഒരു ക്ലാസ് വെക്കും? പക്ഷേ കുറേ സാർമാരുണ്ടായിരുന്നു, അവർ ഞങ്ങൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാർമാരുണ്ടായിരുന്നു, അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങളുടെ HOD അരുൺ സാറ് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രോജക്ട്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞു. റിസൾട്ട് വന്നു, എനിക്ക് 4th റാങ്ക് ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള സിറ്റുവേഷൻസ് എനിക്ക് പഠിക്കാനുള്ളതായിരുന്നില്ല, ഒരു പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഞാൻ നിന്നിരുന്ന ഹോസ്റ്റൽസും കാര്യങ്ങളും ഒക്കെ. അതാ ഞാൻ പറയുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും സ്ട്രഗിൾ ചെയ്ത് പഠിച്ചെടുത്തു. അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ആക്ടിങ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ചെറിയൊരു സബ്ജക്റ്റായിട്ട് ഞങ്ങൾക്ക് ആക്ടിങ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു, ചെറിയൊരു വർക്ക്ഷോപ്പൊക്കെ തന്ന്. അങ്ങനെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലോട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചാലല്ലേ നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് ഉപകാരമാവുള്ളൂ. അങ്ങനെ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഒരു ലോക്കൽ ചാനലിൽ പോയി, അവിടെ ഷെഡ്യൂളറായിട്ട് പോയി. പക്ഷേ മേ ബി അതിനു മുന്നേ ഞാൻ എൻ്റെ എയിം കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോകില്ലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു, ഒരു വഴി കാണിച്ചു തരാൻ ആരുമില്ലായിരുന്നു. ഞാനായിട്ട് തന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പോന്നു. അപ്പോൾ അതിനു മുന്നേ അവിടുത്തെ ഒരു പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഏത് മേഖലയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യേണ്ടത്, എനിക്കറിയില്ല, എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ആലോചിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഗ്രാജുവലി എൻ്റെ മൈൻഡിൽ വന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. എനിക്ക് എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ വീഡിയോ എഡിറ്റിംഗ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോഴും എനിക്കതിൽ ടാലൻ്റ് ഉണ്ടോ, എനിക്ക് പറ്റുമോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു ചാനലിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് നാൾ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. എനിക്കൊരു ലാപ്പ് ഉണ്ടായിരുന്നു. ആ ലാപ്പ് i3 മോഡലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വിവരണമൊന്നും വേണ്ട, ചെയ്താൽ ലാഗാവും, ഒടുക്കത്തെ ലാഗാവും, കറങ്ങി നിൽക്കും. അങ്ങനെ ഞാൻ അതിലാണ് ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. യൂട്യൂബിൽ മനക്കോട്ട എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ടിട്ട് ആ ചേട്ടൻ പറയുന്ന കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്രീമിയർ പ്രോ ഓപ്പൺ ആക്കുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പഠിക്കുന്നതും പ്രീമിയർ പ്രോ ഡൗൺലോഡ് ചെയ്യാൻ പഠിച്ചതും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചതും അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചതും യൂട്യൂബിൽ നിന്നാണ്. ഒരു 3-4 മാസം അങ്ങനെ പോയി. എനിക്ക് പറയുമ്പം ഇമോഷണലാവും, കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്നൊരു സമയത്ത് ഞാൻ വർക്ക് ചെയ്തിട്ട് സിസ്റ്റം അപ്പോഴത്തേക്കും ലോഡായിട്ട് സിസ്റ്റം ഓഫായി പോകും. എന്നാലും ഞാൻ വിടത്തില്ല, ഞാൻ പിന്നെയും സിസ്റ്റം ഓണാക്കി ബാക്കി വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കിതിൽ ഇത് പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവും ഇതിന് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ ബുക്കിൽ എഴുതി വെച്ച് അങ്ങനെയാണ് ഞാൻ പ്രീമിയറിൻ്റെ ബേസിക് സാധനങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നത്. അങ്ങനെ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ടേജ് കിട്ടി എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഒരു വെഡിങ് കമ്പനിയിൽ അപ്ലൈ ചെയ്ത്. ആ സമയത്ത് എനിക്കറിയില്ല ഞാൻ എങ്ങനെ വെഡ്ഡിങ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഒരു വെഡ്ഡിങ് കമ്പനിയിൽ കയറി. അവിടെയും അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഇത് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് നാൾ ചെയ്തു. അങ്ങനെ കുറച്ച് ഒരു എക്സ്പീരിയൻസ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊല്ലത്തുള്ളൊരു വെഡ്ഡിങ് കമ്പനിയിലോട്ട് പോയി, ഫോർച്യൂൺ മീഡിയ പ്രൊഡക്ഷൻ. അവിടെ നിന്നായിരുന്നു പിന്നെ കുറച്ചും കൂടെ എൻ്റെ ബേസ് കുറച്ചും കൂടെ സ്ട്രോങ് ആയത് അവിടെ നിന്നാണ്. പിന്നെ ഗ്രാജുവലി ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഫഷനിൽ നിൽക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കരമായിട്ട് ഞാൻ താങ്ക്സ് പറയേണ്ടത് സമോദേട്ടൻ്റെ അടുത്താണ്. സമോദേട്ട ഈ വീഡിയോ എങ്ങനെയെങ്കിലും സമോദേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും വഴി തെളിച്ച് വിടാൻ ഒരാളുണ്ടെങ്കിൽ അതിൽ കാര്യമുള്ളൂ. അങ്ങനെ എനിക്ക് വഴി തെളിച്ച് തന്ന ഒരാളാണ് സമോദേട്ടൻ. അങ്ങനെയാണ് അവിടുന്ന് ഒരു 1.5 year ഞാൻ വർക്ക് ചെയ്തു. ഞാൻ വെഡ്ഡിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്.
ഞാൻ ഫസ്റ്റ് അവിടെ ചെല്ലുന്നത് ഒരു ഫുൾ വീഡിയോ എഡിറ്ററായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ നേരെ റീലിലോട്ട് കയറി എൻ്റെ ഒരു കാലിബർ മനസ്സിലാക്കിയിട്ട് റീലും ഹൈലൈറ്റിലേക്ക് കയറി ഒരു 1.5 വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ഒരു 1.5-2 വർഷം ആവാറാവും ഞാൻ ഫ്രീലാൻസിലേക്ക് ഇറങ്ങിയിട്ട്. ഞാനിപ്പോൾ ഒരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററാണ്. വെഡ്ഡിങ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഫ്രീലാൻസ് എഡിറ്ററാണ്. ബട്ട് വെഡ്ഡിങ് അല്ലാത്ത സാധനങ്ങളും ചെയ്യാൻ പറ്റും. കാരണം വെഡ്ഡിങ് ഫീൽഡിൽ നമ്മൾ ഒരു എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയാണോ ഇത്തിരി കൂടുതൽ കിട്ടും. നമുക്ക് ക്ഷമയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും. എഡിറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ പഠിച്ച് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആവും. അത് ഈ 1.5 വർഷത്തിനുള്ളിൽ മീൻസ് അവിടെ നിന്ന് 1.5 വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എത്തിയ സമയത്താണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പ്രീമിയറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പ്രീമിയർ ക്രാഷ് ആയത് കാരണം സമുദ്രൻ ഒരു ദിവസം പറഞ്ഞു FCPയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു സമുദ്രൻ എനിക്ക് പറ്റത്തില്ല, ഇനി അടുത്ത ദിവസം തന്നെ ആയിക്കോന്ന് പറഞ്ഞിട്ട് എന്നെ FCPയിലോട്ട് മാറ്റിച്ചു. ഒരു 1 മന്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് സെറ്റായി. ഒരു FCP പെട്ടെന്ന് പഠിക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചില്ല എനിക്കങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന്. പ്രീമിയറിൻ്റെ ബേസിക്സ് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു 1.5-2 മാസത്തിനുള്ളിൽ എനിക്ക് FCP പിടി കിട്ടി. എന്താണ് ഇത് ഗ്രാജുവലി എല്ലാം സെറ്റായി വരുമായിരുന്നു. നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയി. നമുക്ക് ഏത് വർക്കും ഏറ്റെടുത്ത് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം ഒരു മൊമെൻറ്റിൽ വരുമ്പോഴാണ് നമ്മൾ ഫ്രീലാൻസിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് എല്ലാം അത്യാവശ്യം ഓക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി. പക്ഷേ ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോകാമെന്നിരിക്കും, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, മോളെ എന്ത് ചെയ്യുക, പഠിക്കുവാണോ അത് ജോലിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ജോലിയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറിയാമല്ലേ, എന്ത് ജോലിയാണ്? ഞാൻ പറയും വീഡിയോ എഡിറ്ററാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയ്യേ അതെന്താ ആ ജോലി എന്ന് പറഞ്ഞ ആരുമില്ല. വീഡിയോ എഡിറ്റർ ഇതുപോലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് ചോദിച്ചിരിക്കുന്ന ആൾക്കാരെ എൻ്റെ ലൈഫിലുള്ളൂ. ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു ഫീൽഡിലോട്ട് ഗേൾസും വരണം. ഒത്തിരി പേര് ഇപ്പോൾ മൾട്ടിമീഡിയ ഒക്കെ പഠിച്ച് കയറി വരുന്നുണ്ട്. അതുപോലെ ഇനിയും വരണം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും വേറെ ഡിഗ്രി പഠിച്ചവരും ഒക്കെ ഓരോ വെഡ്ഡിങ് കമ്പനി കയറി എക്സ്പീരിയൻസ് ആയിട്ട് വലിയ എഡിറ്റേഴ്സ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു പരിധി വരെ ഒരു എലിജിബിലിറ്റി ആണെങ്കിലും സ്കില്ലിനനുസരിച്ചും മാറ്റങ്ങളൊക്കെ വരാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ എഡിറ്റേഴ്സൊന്നും മൾട്ടിമീഡിയ പഠിച്ചവരോ ആനിമേഷൻ പഠിച്ചവരോ VFX പഠിച്ചവരോ ഒന്നും അല്ല. വേറെ ഇതോട്ട് ഒരു ബന്ധമില്ലാത്ത കോഴ്സ് പഠിച്ചിട്ട് അവരുടെ സ്കില്ല് കൊണ്ട് മാത്രം ഡെവലപ്പായി വന്ന എഡിറ്റേഴ്സ് ഉണ്ട്. അതും ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മളിപ്പോൾ വെഡ്ഡിങ്ങിൽ നിൽക്കുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ, എനിക്ക് മൾട്ടിമീഡിയ പഠിച്ചുകൊണ്ട് പേഴ്സണലി ഗുണം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്കിത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പവർ കുറച്ച് കൂടി. കണ്ണിൻ്റെ കണ്ണാടിയുണ്ട്, ഒരു സ്പെക്സ് വെച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് നേരത്തെ കണ്ണിന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഒരു ബൗണ്ടറിക്ക് അപ്പുറം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബ്ലറാ. ഇത് അത് നേരത്തെ ഇല്ലായിരുന്നു, ഇതിന് ശേഷമാണ് വന്നേക്കുന്നത്. അപ്പം ആ ഒരു സാധനം എനിക്കിതൊരു നെഗറ്റീവായിട്ട് തോന്നിയേക്കുന്നത്. അതർവൈസ് എനിക്കിത് ഇഷ്ടമുള്ള പാഷൻ ആയതുകൊണ്ട് എനിക്കിതുവരെ ചെയ്യുമ്പോൾ ഒരു മടുപ്പോ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ പെൺപിള്ളേരാണ്, മൂഡ് സ്വിങ്സ് ഒക്കെ വരാം. പക്ഷെ അതിനനുസരിച്ച് ടാലിയായിട്ട് കൊണ്ടുപോകണം എന്നേ ഉള്ളൂ. നമ്മളൊക്കെ ലൈഫിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. ഇത് ഹെഡ്ഫോൺ വെക്കുന്നതിൽ ഒത്തിരി മറ്റേ വോളിയം ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാനൊരു മിനിമൽ ഇതിൽ വെച്ചിട്ടേ പോകാറുള്ളൂ. എനിക്കിത് വലിയ കുഴപ്പമില്ല. പക്ഷെ കണ്ണ് കുറച്ച് ചെയ്യുന്നതാണ്. കുറച്ച് നാൾ കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പവർ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം മേ ബി ഒരു സമയത്ത് എനിക്കിത് ഇഷ്ടമുള്ള പ്രൊഫഷൻ ആണെങ്കിലും എനിക്ക് ഈ ഒരു പ്രൊഫഷൻ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. നമ്മളൊരു ഡിഗ്രി ഉള്ളത് കൊണ്ട്, അത് മൾട്ടിമീഡിയ ആയതുകൊണ്ട് ഇതുപോലെ തന്നെ വേറൊരു ഫീൽഡിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാം. അതാണ് എനിക്ക് ഡിഗ്രി ഉള്ളതിൻ്റെ ഒരു ഗുണം എന്ന് തോന്നിയിരുന്നത്. മീൻസ് ഗ്രാഫിക് ഡിസൈനറായിട്ടോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം. പിന്നെ എനിക്ക് VJ ആവാനും RJ ആവാനും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പോവാം. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി വരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകണം.
നമ്മൾ ഒരു ലെവലായി കഴിയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും. പക്ഷേ ആ ലെവലാവുന്നിടം വരെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അല്ലാതെ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് നോക്കിയിരുന്നൊന്നും നടക്കുകയൊന്നുമില്ല. എന്നെ തേടി ആരോ വരും, എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിരിക്കുകയുള്ളൂ. അതാ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ഈ മേ ബി ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പയർ ആവുമോ ഞാനീ പറയുമ്പോൾ? എനിക്കറിയില്ല. എനിക്കിത് എങ്ങനെ നിങ്ങളുടെ മുന്നേ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ടാണ്. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കത്തിയല്ലോ അല്ലേ? പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പിള്ളേർ പഠിച്ച് വരുന്നുണ്ട്. ഞാൻ മൾട്ടിമീഡിയ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ 3 പെൺപിള്ളേരേ ഉള്ളൂ. ബാക്കി ഫുൾ ആൺപിള്ളേരാണ്. ആകെ ഇപ്പോൾ 30 പേരുണ്ടെങ്കിൽ അതിൽ 27 പേര് ബോയ്സും 3 ഗേൾസും. നമ്മുടെ കോളേജ് ടൈം കഴിഞ്ഞിട്ട് എത്ര പേര് വർക്ക് ചെയ്യും? അതിനൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫീൽഡിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടോ അവിടെയൊന്നും ഗേൾസിനെ അധികം കണ്ടിട്ടില്ല. മീൻസ് നിങ്ങൾക്ക് ഇതുപോലൊരു കോഴ്സ് ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടാണോ, അതോ ഇപ്പം മൾട്ടിമീഡിയ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നിങ്ങൾക്കിപ്പം 3rd ഇയറോ 2nd ഇയറോ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്, എന്താ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാത്തിനും ചിലപ്പോൾ ടാലൻ്റ് ഉണ്ടാകും. പക്ഷേ ഏതിലേക്കാണ് നിങ്ങളുടെ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ്? ചിലപ്പോൾ മേ ബി ഒരു ഡയറക്ടർ ആയിരിക്കാം, ടീച്ചിങ്ങിലോട്ട് പോകണമെന്നായിരിക്കാം. BA മൾട്ടിമീഡിയ ആണെങ്കിൽ തന്നെ ടീച്ചിങ്ങിലോട്ട് പോകണമെന്നായിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റിലോട്ടായിരിക്കാം, VFXോ ആനിമേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്താ വേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ വഴിയൊക്കെ തന്നെ വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് പറഞ്ഞു തരാൻ ഒരൊറ്റ ആൾക്കാരില്ലായിരുന്നു. എന്തിലേക്ക് ചൂസ് ചെയ്യണം, എന്തിലേക്ക് പോകണം എന്നുള്ളതൊന്നും. ഞാൻ ഈ ഒരു ഫോൺ വെച്ചിട്ട് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ തപ്പി കണ്ടുപിടിച്ചൊക്കെയാണ് ഞാൻ എടുത്തിരുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു 1-2 മെസ്സേജ് ഞാൻ കണ്ടു. ചേച്ചി ഈ മൾട്ടിമീഡിയ പഠിച്ചിട്ട് എനിക്ക് ഡൗട്ടി ഓടിക്കാനായിരുന്നു, ഈ മൾട്ടിമീഡിയ പഠിച്ചിട്ട് പാടാണോ അതോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മെസ്സേജ് ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കണ്ടത്. മേ ബി ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പാടൊന്നുമില്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മൾട്ടിമീഡിയ. പിന്നെ നല്ല കോളേജ് നോക്കി തിരഞ്ഞെടുക്കുക. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം നമുക്ക് മെയിൻലി വേണ്ട കാര്യങ്ങളാണ് ക്യാമറ, പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനി തിയേറ്റർ, പിന്നെ നമുക്ക് റിവ്യൂ ചെയ്യാനൊക്കെ വീഡിയോ എഡിറ്റിങ്ങിന് നല്ല സ്പെക്കുള്ള സിസ്റ്റം. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ഞാൻ ഈ ഫീൽഡിൽ എത്ര നാൾ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു ഫീൽഡിനെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മിസ്റ്റേക്സിൽ കൂടെയാണ് ഞാൻ ഇത്രയും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതെൻ്റെ മിസ്റ്റേക്സിലൂടെയാണ് ചെയ്തേക്കുന്നത്. അതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ പേരുണ്ട്, അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ഫ്യൂച്ചറിലേക്ക് ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പാഷൻ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയൊക്കെ പാഷൻ കൊണ്ട് നടക്കുന്ന ഇഷ്ടമുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് എന്തെടുക്കണം, ഏത് പഠിക്കണം എന്നൊക്കെ ഡൗട്ടായിട്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ